എൻ്റെ പേര് ചന്ദ്രമോഹൻ നമ്പ്യാർ എന്നാണ്. പാലങ്ങാട്ട് ഉദയത്താണ് എൻ്റെ തറവാട്. ഈ തറവാട് പിന്നെ നമ്മളെ വീടും തറവാട് ബിൽഡിങ്ങൊക്കെ 100-200 കൊല്ലം മുമ്പ് പഴക്കമുള്ള സ്ഥലമായിരുന്നു. ഇപ്പോൾ റിനോവേറ്റ് ചെയ്തതാണ്. ഈ പുറകുവശത്ത് കാണുന്നതാണ് ഞങ്ങളുടെ മുത്തപ്പൻ കോട്ടം. അതിൻ്റെ കൂടെ തന്നെ ഒരു ഗുളികൻ കോട്ടമുണ്ട്. എല്ലാ വർഷവും ഇവിടെ തുലാമ്പത്തിന് പിന്നെ തിരുവപ്പന മഹോത്സവം ഉണ്ടാകാറുണ്ട്. പിന്നെ എല്ലാ മാസവും വെള്ളാട്ടവും പൈൻകുറ്റിയൊക്കെ നടക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഞങ്ങളുടെ കുടുംബസംഗമമാണ്. എല്ലാവരും ഇന്നിവിടെ ഒത്തുകൂടുന്നൊരു ദിവസമാണ്. പിന്നെ മാസം സംക്രമത്തിനിവിടെ കമ്മിറ്റി മീറ്റിങ്ങും എല്ലാ ഒത്തുകൂടലൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ ഇത് വളരെ പഴക്കമുള്ളൊരു മുത്തപ്പൻ ക്ഷേത്രമാണ്. കാരണം എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാനൊക്കെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഈ അമ്പലത്തിൽ മുത്തപ്പൻ കെട്ടി നമ്മളവിടെ വരാറുണ്ട്. അത് എത്ര കൊല്ലമായെന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ ഇപ്പോഴും കൃത്യമായിട്ട് ഈ ഒരു ട്രസ്റ്റ് ഫോം ചെയ്തതിന് ശേഷം വളരെ ഭംഗിയായി നമ്മൾ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. ട്രസ്റ്റിൻ്റെ ഭാരം ഞാനാണ് പ്രസിഡൻറ്റ്. പിന്നെ ശ്രീ ദീപക് എന്ന് പറയുന്ന ആളാണ് സെക്രട്ടറി. അശോക് കുമാറാണ് അതിൻ്റെ ട്രഷറർ. സജീവനാണ് ജോയിൻറ്റ് ട്രഷറർ. മുത്തപ്പൻ കോട്ടത്തിൽ എല്ലാ മാസം സംക്രമത്തിന് പൈൻകുറ്റിയും പൂജകളും നടക്കാറുണ്ട്. ഗുളികൻ്റെ അടുത്തും അതുമാതിരി തന്നെ. പിന്നെ വഴിപാടായിട്ട് മുത്തപ്പൻ കെട്ടിയാടിക്കലുണ്ട്. ഓരോരാളുടെ തറവാട്ടംഗങ്ങളുടെ വകയായിട്ടും പുറമേ ഉള്ളവരുടെ വകയായിട്ടും വഴിപാടായിട്ട് ഇവിടെ മുത്തപ്പൻ കെട്ടിയാടിക്കലുണ്ട്. ഗുളികൻ കലശവും നടക്കാറുണ്ട്. അപ്പം തുലാമ്പത്തിന് ഗുളികൻ തെയ്യം ഉണ്ടാവും, മുത്തപ്പൻ തിരുവപ്പന ഉണ്ടാവും. അപ്പോൾ അന്ന് ധാരാളം ആളുകളുണ്ടാവും. ഇവിടെ വലിയൊരു ഉത്സവം തന്നെയാണ് തുലാം 10-11. അപ്പം മുത്തപ്പൻ്റെ ഗുളികൻ്റെയും ഒക്കെ കാര്യങ്ങൾ നടത്തുന്നത് നമ്മുടെ മഴയനാണ്, ഭാസ്കരൻ. ഭാസ്കരൻ്റെ അച്ഛനായിരുന്നു പണ്ട് നടത്തിയിരുന്നത്. ഇപ്പോൾ ഭാസ്കരനാണ് നടത്തുന്നത്. ശ്രീ പാലങ്ങാട്ട് ഒതിയത്ത് തറവാടിന്റെ കുടുംബ സംഗമം 22 ഡിസംബർ 2024 തറവാട്ടിൽ വെച്ച് നടന്നു. കുടുംബസംഗമം തറവാട്ടിലെ മുതിർന്ന അംഗങ്ങൾ ചേർന്ന് ദീപം തെളിയിച്ചു ഉദ്ഘാടനം ചെയ്തു. പാലങ്ങാട്ട് ഒതിയത്ത് ട്രസ്റ്റ് കമ്മിറ്റി അംഗങ്ങളായ പ്രസിഡന്റ് ശ്രീ ചന്ദ്രമോഹൻ PO, സെക്രട്ടറി ദീപക് PO, ജോയിന്റ് സെക്രട്ടറി സജീവൻ PO, ട്രഷറർ അശോക് കുമാർ PO എന്നിവർ ചേർന്നാണ് ദീപം തെളിയിച്ച് ഉദ്ഘാടനം നടത്തിയത്. സഹവീര്യം കരവാവഹൈ തേജസ്വിനാവതീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശ്രീ പരമാത്മനേ നമഃ. അജപഞ്ചമോധ്യായഃ ജ്ഞാനകർമ്മ സന്യാസിയോ വാ. ശ്രീ ഭഗവാനുവാച തയോസ്തു കർമ്മ സന്യാസി ജ്ഞാനജ്യേഷ്ഠന കാംക്ഷതി നിർബന്ധോ മഹാഭാവോ സുഖം തപമുച്യത്തെ സാംഖ്യയോഗവിദ്വാലാഃ പണ്ഡിതാഃ ഏകവസ്തുതേ തത്വം. നമ്മൾ ഇന്ന് ഈ കുടുംബ സംഗമത്തിന് എല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോൾ നമ്മളെ വേർപിരിഞ്ഞു പോയ കുടുംബാംഗങ്ങളുണ്ട്. അവരുടെ ഓർമ്മകൾ എന്നും നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും. നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് ഒരു മിനിറ്റ് കണ്ണടച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ശ്രീ വിഘ്നേശ്വരായ നമഃ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ ഹൃദയസ്വഭാവാത് കരോമ്യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഇന്ന് കുടുംബസംഗമം കുറച്ചു കാലത്തെ ആഗ്രഹമാണ് എല്ലാവരുടെയും. ഞാനൊരു വാട്സപ്പ് മെസ്സേജ് ഇട്ടിരുന്നു. നമ്മുടെ രാമാഞ്ജമ്മൻ്റെ ഒരു മെസ്സേജ് എല്ലാവരും വായിച്ചിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അപ്പം അമ്മാൻ അതിൽ പറയുന്നത് വളരെ ചുരുക്കത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കൂടുമ്പോൾ ഇൻപം ഉണ്ടാകുന്നത് കുടുംബം. അതാണ് കുടുംബം എന്ന് പറയുന്നത്. എല്ലാവരും ഒത്തുകൂടുമ്പോൾ ഇൻപം ഉണ്ടാകുന്നതാണ് കുടുംബം. അപ്പോൾ ഈ കുടുംബം സംഗമം എന്ന് പറയുമ്പോൾ കഴിയുന്നതും എല്ലാ ബന്ധുക്കളും ഒത്തുകൂടണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഇത് ആരംഭിച്ചത്. വളരെ ഒരു വിശേഷപ്പെട്ട ഒരു തറവാടാണ് ശ്രീ പാലങ്ങാട്ട് ഒതിയത്ത് തറവാട്. ഈ തറവാടിന് അതിൻ്റെതായ മഹാത്മ്യങ്ങളുണ്ട്. നമ്മുടെ കാരണവന്മാരും
നമ്മളെ അച്ഛന്മാരും ഒക്കെ വളരെ പ്രസിദ്ധന്മാരും വളരെ കഴിവുള്ള ആളുകളുമായിരുന്നു. അവർ ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അന്ന് നമ്മളതൊന്നും അത്ര കാര്യമാക്കിയിട്ടില്ല. പക്ഷെ ഇന്ന് അത് ആലോചിക്കുമ്പോൾ എത്ര കൃത്യമായിട്ടാണ് അവർ നമ്മളെ അതിനെ നിയന്ത്രിച്ചിരുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഓരോ കാര്യങ്ങൾ അവർ പറയുമ്പോഴും പറഞ്ഞ കാര്യങ്ങളും നമുക്ക് വളരെ വളരെ ക്ലിയറായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ എല്ലാവരും അതിന് ഒത്തുകൂടുന്ന ഒരു സമയം കിട്ടുമ്പോൾ അത് നമ്മൾ ഉപയോഗപ്പെടുത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാം നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിന മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാമനുസന്തതാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീ നമോസ്തുതേ വ്യാസവിശാലബുദ്ധി ഫുല്ലാരവിന്ദായ ഭദ്രനേത്ര ഏന ത്വയാ ഭാരതതൈലപൂർണ പ്രജ്വാലിതോ ജ്ഞാനമയ പ്രദീപ പ്രപന്ന പാരിജാതായ സ്തോത്രവൈത്രേകപാണയെ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ. സർവോപനിഷദോക്താവോ ദോക്താ ഗോപാലനന്ദനാത് പാർത്ഥോ വത്സസുധീർഭോക്ത ദുഗ്ധം ഗീതാമൃതം മഹത് വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും ഭീഷ്മദ്രോണതടാ ജയദ്രഥജലം ഗാന്ധാര നീലോൽപല ശല്യഗ്രാഹവതി കൃപേണ വഹനി കർണേന വേലാകുല അശ്വത്ഥാമ വികർണ ഘോരമകര ദുര്യോധനാവർത്തിനി സോത്തീർണ ഖലു പാണ്ഡവൈരണനദി കൈവർത്തക കേശവ പാരാശൈര്യവജസ്സരോജമമലം ഗീതാഗണ്ഡോത്കടം നാനാഖ്യാനകേസരം ഹരികഥ സംബോധനാബോധിതം ലോകേ ഷഡ്ജന ഷഡ്പതിരഹരഃ പേബീയമാനം മുദാ ദൂയാത് ഭാരത പങ്കജം കലിമല പ്രധ്വംസിന ശ്രേയസേ മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യകൃപാദമഹം വന്ദേ പരമാനന്ദമാധവം യം ബ്രഹ്മാ വരുണേന്ദ്ര രുദ്രമരുത സ്തുന്നന്തി ദിവ്യൈസ്തവേ വേദേ സാംഗപദക്രമോപനിഷദേ ഗായന്തി യം സാമഗാം ധ്യാനാവസ്ഥിതയർഗദേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുസുരാസുരഗണം ദേവായ തസ്മൈ നമഃ ദേവായ തസ്മൈ നമഃ ദേവായ തസ്മൈ നമഃ. എല്ലാവരും ഒന്നുകൂടെ ഒരു ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ഫോർ മാധവ്. കാരണം ശ്ലോകത്തിന്റെ 2 വരി ചൊല്ലണം എന്ന് പറയുന്ന സ്റ്റേജിൽ മാധവ് ആണെന്നെങ്കിലും മാധവ് ഇതിൽ ഗ്രേറ്റ് ജോബ്. നമ്മളെ തറവാട്ടിൽ നടത്തുന്ന എല്ലാ പരിപാടികൾക്കും നമ്മൾ എല്ലാ വർഷവും മുത്തപ്പന തിരുവപ്പന മഹോത്സവം, നാഗപ്രതിഷ്ഠാ ദിനം, വാവൂട്ടൽ തുടങ്ങിയ എല്ലാ ഫങ്ഷൻസും വളരെ ഭംഗിയായിട്ട് നമുക്ക് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കുന്ന തരത്തിൽ ചെയ്യാൻ എല്ലാ വർഷവും ചെയ്യാറില്ല. അപ്പൊ അതിലൊക്കെ കുടുംബത്തിന്റെ സാന്നിധ്യം അതാണ് നമുക്ക് ഏറ്റവും പ്രധാനം. കുടുംബത്തിന്റെ സാന്നിധ്യം, കുടുംബത്തിന്റെ അംഗങ്ങളുടെ സാന്നിധ്യവും അവരുടെ തമ്മിലുള്ള കൂട്ടായ്മയാണ് നമ്മൾ ഇതിൻ്റെ അകത്തൊക്കെ പ്രധാനമായിട്ടും നമ്മൾ ഇതിൻ്റെ അകത്ത് ആഗ്രഹിക്കുന്നത്. അപ്പൊ അത് നന്നായിട്ട് നിങ്ങളെ പാർട്ടിസിപ്പേഷൻ അത്യാവശ്യമാണ്. എല്ലാവരും ഇന്ന് വരാത്ത കുടുംബാംഗങ്ങളോട് കൂടെ ഇത് അഭ്യർത്ഥിക്കുക. എല്ലാ ഫംഗ്ഷനും എല്ലാ കുടുംബാംഗങ്ങളും എത്തിച്ചേരാൻ കഴിയുന്നതും ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്യുക, കുടുംബസംഗമം നന്നായിട്ട് എൻജോയ് ചെയ്യുക. ഏറ്റവും സമ്പന്നവും കുലീനവുമായ ഒരു തറവാട്, വളരെ പുരാതനമായ ഒരു തറവാട്. ഈ തറവാടിലേക്ക് നമ്മുടെ സംസ്കാരവും
നമ്മുടെ ജീവിത രീതികളും ഒക്കെ തന്നെ നമ്മുടെ തലമുറകളായി കൈമാറേണ്ടതുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് ഒരു കൂടുതൽ എനർജി എൻ്റെ ദേഹത്തിൽ കയറിയതായി തോന്നുന്നു. ഇങ്ങനൊരു അവസരം തന്നതിന് ഈ ഭാരവാഹികളോട് എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ വിടുവാങ്ങുന്നു. അതായത് ഏതൊരു വീട്ടിലും, അതൊരു വെൽത്തി ഫാമിലീസിന്റെ ഇടയിലായാലും ഇത് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. ഒന്നുമില്ലെങ്കിൽ നോക്കാൻ ടൈമില്ല, അല്ലെങ്കിൽ താല്പര്യമില്ല, ഇങ്ങനെ പല പല കാരണങ്ങളാൽ ഒരു പ്രായം കഴിഞ്ഞാൽ പാരന്റ്സിനെ ആയിക്കോട്ടെ ഗ്രാൻഡ് പാരന്റ്സിനെ ആയിക്കോട്ടെ ഇവരൊക്കെ ഉപേക്ഷിക്കുന്നത് കാണാം. സോ അവർക്കെല്ലാം ഒരു മാതൃക എന്ന രീതിയിലും അതുപോലെ ഇനി വരുന്ന നമ്മുടെ യങ്ങർ ജനറേഷൻസിന് ഒരു നല്ലൊരു എക്സാമ്പിൾ സെറ്റ് ചെയ്യാവുന്ന രീതിയിൽ നമ്മുടെ തറവാട്ടില് സീനിയർ ആയിട്ടുള്ള ആൾക്കാരോട് നമുക്കുള്ളൊരു ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാൻ എന്ന രീതിയിൽ ഒരു ചെറിയ ടോക്കൺ ഓഫ് അപ്രിസിയേഷൻ എന്ന രീതിയിൽ പൊന്നാടി അണിയിക്കുന്ന ഒരു ചടങ്ങാണ് നടത്തത്. ആദ്യമായിട്ട് ദാമോദരൻ അടിയോടി അവരെ പൊന്നാടി അണിയിക്കുന്നത് നമ്മളെ പ്രസിഡന്റ് ചന്ദ്രമോഹൻ PO. ആദരിച്ചതിന് നന്ദി രേഖപ്പെടുത്തുക എല്ലാവർക്കും വേണ്ടി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇവിടെ ഞാൻ നേരത്തെ തന്നെ സംസാരിച്ചു, വളരെ കുലീനമായ ഒരു പൗരാണിക സംസ്കാര സമ്പന്നമായ ഒരു തറവാട്, പാലങ്ങാട്ട് തറവാട്. ഈ തറവാടിനെ ഈ കുടുംബസംഗമത്തിൽ വെച്ച് എല്ലാവരെയും സാക്ഷിയാക്കിക്കൊണ്ട് എനിക്ക് നൽകിയതായ ഈ ആദരവ്, അതുപോലെ മറ്റെല്ലാവർക്കും വേണ്ടിയും ഞാൻ ഇതിൻ്റെ ഭാരവാഹികളോട് എൻ്റെ അഗൈതവുമായ നന്ദി രേഖപ്പെടുത്തുന്നു. എൻ്റെ സതീർത്ഥ്യനും അതായത് സഹപാഠിയും ആത്മമിത്രവും എൻ്റെ ജ്യേഷ്ഠ സഹോദര തുല്യനുമായ ശ്രീ ഗോപാലൻ നമ്പ്യാര് സ്വർഗത്തിൽ നിന്ന് എന്നെ ആദരിക്കുന്ന ഈ ചടങ്ങ് കണ്ട് ആനന്ദിക്കുകയും എന്നെ ആശീർവദിക്കുകയും ചെയ്യുന്നതായി എനിക്ക് ഒരു തോന്നൽ, പെട്ടെന്നുണ്ടായ ഒരു തോന്നലാണ്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് ഒന്നുകൂടി പറയാനുള്ളത്, നമ്മുടെ ഈ സംസ്കാരം, നമ്മുടെ തറവാടിന് പ്രത്യേകമായിട്ട്, പഴയ തറവാടുകൾക്ക് പ്രത്യേകമായ ഒരു സംസ്കാരമുണ്ട്, ഒരു കുലീനതയുണ്ട്. അത് കാത്തു സൂക്ഷിക്കുവാൻ വേണ്ടി നമ്മുടെ അടുത്ത തലമുറകളായി നമ്മൾ കൈമാറാൻ ഒട്ടും മടിക്കരുത്. ഇത് ഞാൻ വീണ്ടും ഊന്നി പറയുന്നു. ഒന്നുകൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിക്കുന്നു. ജാലകപ്പാടികൾ മെല്ലെ മെല്ലെ തുറന്നു. നീലരാവിൻ ജാലകപ്പാളികൾ മെല്ലെ മെല്ലെ തുറന്നു. മതിലേഖ ചിരി തൂകും മാനത്തിൻ മുറ്റത്ത് താരക സുന്ദരി നിന്നു. നീലരാവിൻ ജാലകപ്പാളികൾ മെല്ലെ മെല്ലെ തുറന്നു. പ്രിയതരമാമൊരു ഗസലിൻ്റെ ഓർമ്മയായി മുല്ലതൻ മൊട്ടു വിടർന്നു. പ്രിയതരമാമൊരു ഗസലിൻ്റെ ഓർമ്മയായി മുല്ലതൻ മൊട്ടു വിടർന്നു. കാറ്റുകൾ കൈകളിൽ ഏന്തിയ പൂമണം കാവുകൾ നീലെ പടർന്നു. നീലരാവിൻ ജാലകപ്പാളി
കായലിൻ നെഞ്ചകം പ്രേമാർദ്രമായി തളർന്നു. കളകള നൂപുര മുഖരിത പുളിനങ്ങൾ ലാസ്യമദാലസമായി. നീലരാവിൻ ജാലകപ്പാളികൾ മെല്ലെ മെല്ലെ തുറന്നു. നിങ്ങൾ ആ അക്കം ക്രോസ് ചെയ്യണം. ഇത് ഫുൾ ഹൗസിൽ വന്നാൽ 200 rupees ആണ് പ്രൈസ്. ഫുൾ ഹൗസിൽ വന്നാൽ 200 rupees ആണ് പ്രൈസ്. ഇവിടുന്ന് മൈക്കിൽ ഒച്ചത്തിൽ വിളിച്ചു പറയും നമ്പേഴ്സ്. ആ നമ്പർ നിങ്ങളെ ബോർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്രോസ് ചെയ്ത് വെക്കണം, ചോക്കോണ്ട് ക്രോസ് ചെയ്ത് വെക്കണം. നിങ്ങൾ ഫുൾ ഹൗസിൽ തന്നാൽ നമ്മളത് ചെക്ക് ചെയ്യും, വിളിച്ച നമ്പർ തന്നെയാണോ എന്ന്. അങ്ങനെ വരുന്ന ഫസ്റ്റ് ആൾക്ക് 200 rupees പ്രൈസ് കൊടുക്കുന്നതായിരിക്കും. എല്ലാവരും ഓക്കെ അല്ലേ? എല്ലാവർക്കും ചോക്ക് കിട്ടിയില്ലേ? എല്ലാവർക്കും ചോക്ക് കിട്ടി. 37 37 66 66 66 la 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 la. അമ്മായിടെ മോളെ ഞാൻ നിക്കാഹ് ചെയ്തിട്ടാകെ കുഴപ്പത്തിലായി. അമ്മക്കാർ തേണിക്കൂലവെന്ന് കിലാവെന്ന് ദുടി തേക്കില്ല നീ. അമ്മായിടെ മോളെ ഞാൻ നിക്കാഹ് ചെയ്തിട്ടാകെ കുഴപ്പത്തിലായി. അവൾ കാലത്തെ നിക്കൂല, മുറ്റമടിക്കൂല, പല്ലും കൂടി തേക്കൂല നീ. മുറ്റമടിക്കാനായി ചൂലെടുത്താൽ അവൾ നടന്നോന്നുറങ്ങും ചേത്താൻ. മുറ്റമടിക്കാനായി ചൂലെടുത്താൽ അവൾ നടന്നോണ്ടുറങ്ങും ചേത്താൻ. തല്ലാനോ പാടില്ല, കൊല്ലാനോ പാടില്ല, മാമാന്റെ മോളായിപ്പോയി. തല്ലാനോ പാടില്ല, കൊല്ലാനോ പാടില്ല, മാമാന്റെ മോളായിപ്പോയി. അമ്മായിടെ മോളെ ഞാൻ നിക്കാഹ് ചെയ്തിട്ടാകെ കുഴപ്പത്തിലായി. അവൾ കാലത്തെ നിക്കൂല, മുറ്റമടിക്കൂല, വെള്ളം കൂടി തേക്കൂല നീ. ഉമ്മാനെ തല്ലാനായി ഒരു ദിവസം കുത്തിച്ചൂലും കൊണ്ടോടിച്ചവൾ. എന്റെ ഉമ്മാനെ തല്ലാനായി ഒരു ദിവസം കുത്തിച്ചൂലും കൊണ്ടോടിച്ചവൾ. പറയാനോ പാടില്ല, മിണ്ടാനോ പാടില്ല, നാത്തൂന്റെ മോളായിപ്പോയി. പറയാനോ പാടില്ല, മിണ്ടാനോ പാടില്ല, നാത്തൂന്റെ മോളായിപ്പോയി. അമ്മായിടെ മോളെ ഞാൻ നിക്കാഹ് ചെയ്തിട്ടാകെ കുഴപ്പത്തിലായി. അവൾ കാലത്തെ നിക്കൂല, മുറ്റമടിക്കൂല, പല്ലും കൂടി തേക്കൂല നീ. അന്നേ ഞാൻ ബാപ്പോട് പറഞ്ഞതാണ് ഈ ബന്ധത്തിൽ കുന്തം വേണ്ടാന്ന്. അന്നേ ഞാൻ ബാപ്പോട് പറഞ്ഞതാണ് ഈ ബന്ധത്തിൽ കുന്തം വേണ്ടാന്ന്. അന്നെല്ലാം ബാപ്പ പറഞ്ഞു വെച്ചു നീ മായിടെ മോളെ കെട്ട്. അന്നെല്ലാം ബാപ്പ പറഞ്ഞു വെച്ചു നീ മായിടെ മോളെ കെട്ട്. അമ്മായിടെ മോളെ ഞാൻ നിക്കാഹ് ചെയ്തിട്ടാകെ കുഴപ്പത്തിലായി. അവൾ കാലത്തെ നിക്കൂല, മുറ്റമടിക്കൂല, വെള്ളം കൂടി തേക്കൂല നീ. എത്ര എത്ര പെണ്ണെനിക്ക് കത്ത് തന്നടാ നീ എന്നെ കെട്ടണം പൊന്നാരിക്കാക്ക. എത്ര എത്ര പെണ്ണെനിക്ക് കത്ത് തന്നടാ നീ എന്നെ കെട്ടണം പൊന്നാരിക്കാക്ക. അന്നെല്ലാം ബാപ്പ പറഞ്ഞതോട്ടു എനിക്ക് മാമയുടെ മോളുണ്ടെന്ന്. അന്നെല്ലാം ബാപ്പ പറഞ്ഞതോട്ട് എനിക്ക് മാമീന്റെ മോളുണ്ടെന്ന്. അമ്മായിടെ മോളെ ഞാൻ നിക്കാഹ് ചെയ്തിട്ടാകെ കുഴപ്പത്തിലായി. അവൾ കാലത്തെ നിക്കൂല, മുറ്റമടിക്കൂല, വെള്ളം കൂടി തേക്കൂല നീ. അമ്മായിടെ മോളെ ഞാൻ നിക്കാഹ് ചെയ്തിട്ടാകെ കുഴപ്പത്തിലായി. അവൾ കാലത്തെ നിക്കൂല, മുറ്റമടിക്കൂല, വെള്ളം കൂടി തേക്കൂല നീ. അമ്മായിടെ മോളെ ഞാൻ നിക്കാഹ് ചെയ്തിട്ടാകെ കുഴപ്പത്തിലായി.
അവൾ കാലത്തെ നിക്കൂല മുറ്റമടിക്കൂല വല്ലം കൂടി തേക്കൂല നേ അമ്മായിയുടെ മോളെ ഞാൻ നിക്കാഹു ചെയ്തിട്ടാകെ കുഴപ്പത്തിലായി അവൾ കാലത്തെ നിക്കൂല മുറ്റമടിക്കൂല വല്ലം കൂടി തേക്കൂല നേ. പ്രൈസ് ഡിക്ലെയർ ചെയ്യുന്ന 2 പേരുണ്ട്. അപ്പോൾ ഈ 200 rupees രണ്ടാക്കും കൂടെ ഷെയർ ചെയ്ത് 100 രണ്ടാക്കും കൂടെ ഷെയർ ചെയ്യും. 2 പേരുണ്ട്, വിന്നേഴ്സ് ആയിട്ട് 2 പേരുണ്ട്. ना धूप चुने ना चाहूं कैसे तेरी खुद गर्जी किसी तोड़ टिके ना पाऊं कैसे तेरी खुद गर्जी ना धूप चुने ना चाहूं कैसे तेरी खुद गर्जी किसी तोड़ टिके ना पाऊं बंदिया वसुदेवसुदं देवं कंसचाणूरमर्दनं देवकी परमानन्दं कृष्णौ वन्दे जगद्गुरु श्रीकृष्णौ वन्दे जगद्गुरु ॐ श्री परमात्मने नमः. श्रीमद्भगवद्गीता अथ 12. अर्जुन उवाच एवं सततयुक्ता ये भक्ताः स्वां पर्युपासते ये चाक्षरमव्यक्तं तेषां के योगवित्तमाः. श्रीभगवानुवाच मय्यावेश्य मनो ये मां नित्ययुक्ता उपासते श्रद्धया परयोपेतास्ते मे युक्ततमा मताः. ये त्वक्षरमनर्दिश्यम् अव्यक्तं पर्युपासते सर्वत्र गमचिन्त्यं च गूढश्रमदलं ध्रुवम् सन्नियम्येन्द्रियग्रामं सर्वत्र समबुद्धयः. ഗുരുവായൂരേകാദശി തൊഴുവാൻ പോകുമ്പോൾ വഴികാട്ടുക വഴികാട്ടുക നാരായണ രൂപം തളരുമ്പോൾ ആത്മാവാം പശുവേ നിന്നാവിൽ അമൃതം പോലൂറിയിടുക നാരായണ നാമം ഹരിനാരായണ നാമം. ഗുരുവായൂരേകാദശി തൊഴുവാൻ പോകുമ്പോൾ വഴികാട്ടുക വഴികാട്ടുക നാരായണ നാമം തളരുമ്പോൾ ആത്മാവാം പശുവേ നിന്നാവിൽ അമൃതം പോലൂറിയിടുക നാരായണ നാമം ഹരിനാരായണ നാമം. നെയ്യുന്നു പീതാംബരമീ സന്ധ്യകൾ രാവാം പയ്യെല്ലാം വാർക്കുന്നു പാൽ മാധുരിയല്ലോ ഓടക്കുഴലൂതുന്നു കാടെല്ലാം ഭഗവാൻ ചൂടുന്നൊരു മുടിയോ മഴമേഘം. ഗുരുവായൂരേകാദശി തൊഴുവാൻ പോകുമ്പോൾ വഴികാട്ടുക നാരായണ നാമം ഹരിനാരായണ നാമം. ഗരുഡൻ പോലാകാശം ചിറകാർന്നിടുമ്പോൾ വനമാലകൾ തീർക്കുന്നു മഴവില്ലുകളിപ്പോൾ നിറകണ്ണാൽ കാണുന്നെങ്ങും സ്വാമി ഗുരുവായൂരപ്പ നിൻ കൃഷ്ണാട്ടം മാത്രം നിൻ കൃഷ്ണാട്ടം മാത്രം. ഗുരുവായൂരേകാദശി തൊഴുവാൻ പോകുമ്പോൾ വഴികാട്ടുക വഴികാട്ടുക നാരായണ രൂപം തളരുമ്പോൾ ആത്മാവാം പശുവേ നിന്നാവിൽ അമൃതം പോലൂറിയിടുക നാരായണ നാമം ഹരിനാരായണ നാമം നാരായണ നാമം നാരായണ നാമം. കാടുകുളുക്കി മേടുകുളുക്കി കുശടി കാട്ടേ വാവാ കുശടി കാട്ടേ വാവാ ഓണക്കാട്ടിൽ ഒളിച്ചൊടു കള്ളൻ
ഓടി വരൂ